അങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കും. ദിവസേന നമ്മൾ പലതരത്തിലുള്ള വാർത്തകളും ചർച്ചകളും കാണാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ രോഗ അവസ്ഥയെയും വേദനകളെയും ഇത്രയധികം ക്രൂരമായി വിറ്റ് കാശാക്കുകയും വേട്ടയാടുകയും ചെയ്ത മറ്റൊരു സംഭവം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രേണു സുധിയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒരു കാലത്ത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് രേണു സുധി. എന്നാൽ ഇന്ന് അവൾ കടന്നു പോകുന്നത് ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വേദനകളിലൂടെയും കീമോതെറാപ്പിയുടെ കഠിനമായ ഘട്ടങ്ങളിലൂടെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സയുടെ ഭാഗമായി കടുത്ത ശാരീരിക വേദനയോടെ മുഖമാകെ കറുത്ത പാടുകൾ വീണ് അവൾ ക്യാൻസറിനോട് പോരാടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയണം: ഇനി ആരും ഒരൊറ്റ മനുഷ്യൻ പോലും രേണു സുധിയെ വിമർശിക്കരുത്. മുൻപ് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവർ ഉണ്ടാകാമെങ്കിലും ഇന്ന് അവൾ ഒരു രോഗിയാണ്. ഒരു രോഗക്കിടക്കയിൽ കിടന്ന് തൻ്റെ കഠിനമായ വേദന മറക്കാൻ അവൾ ദൈവത്തെ വിളിച്ച് പാട്ടുപാടുമ്പോൾ ആ കാഴ്ച കാണുന്ന ഏത് കഠിന ഹൃദയൻ്റെയും കണ്ണു നിറയും. ആ പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് അവൾ ഇന്ന് സമാധാനം കണ്ടെത്തുന്നത്. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് കൈകൂപ്പി അവൾ അഭ്യർത്ഥിക്കുമ്പോൾ അവൾക്ക് തിരികെ നമ്മൾ നൽകേണ്ടത് നമ്മുടെ പ്രാർത്ഥനകളും ആത്മാർത്ഥമായ പിന്തുണയുമാണ്. സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾക്കും അപ്പുറം ഒരു മനുഷ്യജീവൻ ഇന്ന് ഒരു രോഗത്തോട് മല്ലിടുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനിയൊരു സൈബർ ആക്രമണം അവളുടെ നേരെ ഉണ്ടാകരുത്. രേണുവിൻ്റെ കണ്ടന്റ് വിറ്റ് കാശുണ്ടാക്കിയവർ ഇപ്പോൾ മൗനത്തിലാണ്. എന്നാൽ ഈ സങ്കടകരമായ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വശമുണ്ട്. രേണു സുധിയുടെ പേരും അവളുടെ കണ്ടന്റുകളും നെഗറ്റീവ് വാർത്തകളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ കുറേയേറെ പേർ ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാനമായി ഉണ്ടാക്കിയത്. അവളെ തരം താഴ്ത്തിയും അധിക്ഷേപിച്ചും വ്യൂസ് കൂട്ടി കാശുണ്ടാക്കിയവരിൽ ചിലർ ഇപ്പോൾ തങ്ങൾ ഉണ്ടാക്കിയ വരുമാനം രേണുവിൻ്റെ ചികിത്സാ സഹായമായി നൽകാമെന്ന് തുറന്നു പറഞ്ഞ മാതൃകയായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ രേണുവിൻ്റെ കണ്ടന്റുകൾ വഴി വൻതോതിൽ പണമുണ്ടാക്കിയ മറ്റു ചില പ്രമുഖർ ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും തങ്ങൾ അവളിലൂടെ നേടിയ പണം അവളുടെ ചികിത്സക്കായി ഒരു കൈത്താങ്ങായി നൽകാൻ മനസ്സ് കാണിക്കാതെ ഒളിച്ചിരിക്കുന്ന ഇവരുടെ മൗനം ഒരു രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. മനുഷ്യത്വമില്ലാത്ത ഇത്തരം നിലപാടുകളുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി സോഷ്യൽ മീഡിയയിൽ റീച്ചിനും ലൈക്കിനും വേണ്ടി ചിലർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇതിനിടയിലുണ്ടായി. രേണു ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവൾ മരണപ്പെട്ടു എന്ന രീതിയിൽ വ്യാജ വാർത്ത ചമച്ചുകെട്ടി അവളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. കേവലം കുറച്ച് വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീയുടെ മാരക രോഗ അവസ്ഥയെയും മരണത്തെയും ഇത്തരത്തിൽ ആഘോഷമാക്കിയതിനെതിരെ പ്രേക്ഷകർ ഒന്നടങ്കം ശക്തമായി പ്രതികരിച്ചു. വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഈ അക്കൗണ്ടിനെതിരെ ഉണ്ടായത്. ആളുകൾ കൂട്ടത്തോടെ കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിച്ചും പ്രതിഷേധിച്ചും രംഗത്തെത്തുക മാത്രമല്ല ചെയ്തത്, ഈ അക്കൗണ്ടിനെതിരെ വ്യാപകമായി റിപ്പോർട്ട് അടിക്കുകയും ചെയ്തു. ജനങ്ങളുടെ കൂട്ടായ പ്രതികരണത്തിൻ്റെ ഒടുവിൽ രേണുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന ആ സിബി ചെരിക്കുടുക്ക എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പിന്നീട് ഫേസ്ബുക്കിൽ കാണാൻ ഇടയായിട്ടില്ല. അവന് ആ അക്കൗണ്ട് പൂട്ടിക്കെട്ടേണ്ടി വരികയും ചെയ്തു. പണത്തിനും റീച്ചിനും വേണ്ടി മനുഷ്യത്വം മറന്ന് ജീവിക്കുന്നവർക്കുള്ള ശക്തമായ ഒരു താക്കീതാണ് ഈ സംഭവം.